വെൽക്കം ബാക്ക്. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നല്ല 2 തരം പുഡിംഗാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. ഈദ് സ്പെഷ്യലായിട്ടുള്ള നല്ല വെറൈറ്റി പുഡിംഗ് റെസിപ്പിയാണ്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും ഫുള്ളായിട്ട് തന്നെ കാണണം. അതുപോലെ തന്നെ ആദ്യമായിട്ടാണ് നിങ്ങളെൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും വേണം. അപ്പോൾ എങ്ങനെയാണ് ഈ പുഡിംഗ് തയ്യാറാക്കുന്നതെന്നും എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ആണ് ഇതിലേക്ക് വേണ്ടതെന്നും നോക്കാം. വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ ഈസി ആയിട്ടുള്ള ഒരു പുഡിംഗ് റെസിപ്പിയാണ്. അപ്പോൾ വീട്ടിലെന്തെങ്കിലും ഫംഗ്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോഴും ഗസ്റ്റൊക്കെ വരുമ്പോഴൊക്കെ നമുക്കിതുപോലൊരു അടിപൊളി പുഡിംഗ് തയ്യാറാക്കി കൊടുക്കാം. ബട്ടർ പുഡിങ്ങും ചോക്ലേറ്റ് പുഡിങ്ങാണ് ഇന്ന് ഞാൻ തയ്യാറാക്കിയെടുക്കുന്നത്. അപ്പോൾ അതിനായി ആദ്യം ബട്ടർ പുഡിങ് തയ്യാറാക്കിയെടുക്കാം. ഇതുപോലെ ഒരു ബൗളിലേക്ക് അല്പം ചൈന ഗ്രാസ് ഇട്ടുകൊടുത്ത് ഒന്ന് കുതിർത്തെടുക്കണം. ഇതുപോലെ ഇത്രയും വെള്ളമൊഴിച്ച് ഇതൊന്ന് കുതിരാൻ വേണ്ടി മാറ്റി വെക്കാം. അപ്പോൾ നിങ്ങൾ എത്രയാണോ തയ്യാറാക്കിയെടുക്കുന്നത് അതിനനുസരിച്ചിട്ട് വേണം ചൈന ഗ്രാസൊക്കെ എടുക്കാൻ. ഞാനിപ്പോൾ ഒരു കുറഞ്ഞ ക്വാണ്ടിറ്റിയാണ് ചെയ്തെടുക്കുന്നുള്ളത്. അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ടുള്ള ചൈന ഗ്രാസാണ് എടുത്തിട്ടുള്ളത്. ഈ ഒരു പാനിലാണ് ഞാൻ പുഡിങ് തയ്യാറാക്കിയെടുക്കുന്നത്. അപ്പോൾ അതിലേക്ക് 1.5 കപ്പ് ഇതുപോലെ ഞാൻ പാലൊഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇത് പശുവിൻ പാലാണ്. അപ്പോൾ ഇത് നല്ല കട്ടിയുള്ള പാലാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ 1.5 കപ്പ് പാലൊഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി പാലിലേക്ക് 3 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ഇട്ട് കൊടുക്കുന്നുള്ളത്. അപ്പോൾ മധുരം നോക്കി വേണം പഞ്ചസാരയൊക്കെ ഇട്ട് കൊടുക്കാൻ. ഇതിലല്പം കണ്ടൻസ്ഡ് മിൽക്കും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു അളവനുസരിച്ചിട്ട് വേണം ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായ പഞ്ചസാര ചേർത്ത് കൊടുക്കാനും. ഇനി ഈ ഒരു സ്കൂപ്പ് ഫുള്ളായിട്ട് ഞാൻ കണ്ടൻസ്ഡ് മിൽക്കാണ് എടുക്കുന്നുള്ളത്. ഇനി ഇത് പാലിലൊന്ന് മിക്സാക്കി എടുക്കാം. നിങ്ങൾ ആവശ്യത്തിനനുസരിച്ച് ഇതിലെ ഇൻഗ്രീഡിയൻസൊക്കെ കൂട്ടിയും കുറച്ചൊക്കെ എടുക്കാം. ഇപ്പം ഞാൻ ഉണ്ടാക്കുന്ന ഈ ഒരു അളവാണ് ഇത്രയും കാണിച്ചിട്ടുള്ളത്. നന്നായി ഒന്ന് ഇളക്കി മിക്സാക്കിയതിന് ശേഷം ഇതിന് സ്റ്റൗവിലേക്കൊന്ന് മാറ്റാം. ഇതൊന്ന് ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് നേരത്തെ കുതിർത്ത് വെച്ച ചൈന ഗ്രാസ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ പാലും ചൈന ഗ്രാസൊക്കെ ഒന്നിച്ചിട്ടിട്ടാണ് ഇതുപോലെ മിക്സാക്കി എടുക്കുന്നുള്ളത്. ഇനി ഇത്രയും ബട്ടറാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത്. ബട്ടർ പുഡിംഗ് ആയതുകൊണ്ട് തന്നെ ഒരു അല്പം അധികം ബട്ടർ ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഈ ബട്ടറൊക്കെ ചേർത്ത് ഈ ഒരു പുഡിംഗ് കഴിക്കാൻ നല്ലൊരു ടേസ്റ്റാണ്. ഒരു വെറൈറ്റി ടേസ്റ്റുള്ളൊരു പുഡിംഗാണിത്. ഇനി ബട്ടറും ചൈന ഗ്രാസും ഒന്ന് മെൽട്ടായി വരുന്നത് വരെ നല്ലോണം ഒന്ന് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം. കൈയെടുക്കാതെ വേണം ഇങ്ങനെ ചെയ്തെടുക്കാൻ, ഇല്ലെങ്കിൽ ഇതെല്ലാം പെട്ടെന്ന് തന്നെ കട്ടിയായി പോകും. ഇനി ഈ പാലിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് ബിസ്ക്കറ്റാണ്. ഇതിപ്പോൾ 5 ടീ ബിസ്ക്കറ്റ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ചോക്ലേറ്റ് അല്ലാത്ത ഏത് ബിസ്ക്കറ്റ് നിങ്ങൾക്ക് ഇതിലേക്ക് എടുക്കാം. അതും കൂടി ഇട്ട് ഇതിന് നന്നായി ഒന്ന് ഇതുപോലെ മിക്സാക്കി എടുക്കണം. ഇപ്പോൾ ചൈന ഗ്രാസും ബട്ടറും എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ആയിട്ടുണ്ട്. അപ്പോൾ അതുപോലെ ഈ ബിസ്ക്കറ്റ് ഒന്ന് മിക്സാക്കി എടുത്ത് ഫ്ലെയിം ഓഫ് ചെയ്യാം. നന്നായി തിളക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഇത്രയും മതി. ഇനി ഈ സമയം അല്പം വാനില എസൻസും കൂടി ചേർത്ത് കൊടുക്കാം. അതിൻ്റെ നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത്രയും വാനില എസൻസും കൂടി ഞാനിതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് തണുക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. അങ്ങനെ ഇപ്പോൾ ഈ മിക്സ് നന്നായി തണുത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിനൊരു മിക്സിയുടെ ജാറിലിട്ട് നന്നായി ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കണം. മിക്സിയുടെ ജാറിലിട്ട് അപ്പോഴേ ഇത് നല്ലൊരു ക്രീം ആയിട്ടുള്ള ഒരു ടെക്സ്ചറായി കിട്ടും. അപ്പോൾ ഒട്ടും കട്ടയൊന്നും ഇല്ലാത്ത രീതിയിൽ വേണം ഇതൊന്ന് ചെയ്തെടുക്കാൻ. അങ്ങനെ ഇപ്പോൾ ഇത് നന്നായി ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലെ ഒരു പുഡിംഗ് ട്രേയിലോട്ടേക്ക് ഇതിനെ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഈ ഒരു പുഡിംഗ് ഈ ഒരു രീതിയിൽ തന്നെ നമുക്ക് തണുപ്പിച്ച് കഴിക്കാൻ പറ്റും. നല്ല ടേസ്റ്റാണ് ഇങ്ങനെ കഴിക്കാനും. അപ്പോൾ ഞാൻ ഇത്രമാത്രമല്ല, ഇതിൻ്റെ കൂടെ കുറച്ച് കാര്യങ്ങളും കൂടി ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ കുറച്ചും കൂടി ഇതിനെ ഒന്ന് റിച്ചാക്കി എടുക്കുന്നുണ്ട്. അങ്ങനെയൊക്കെ കഴിക്കുമ്പോൾ ഇതിലും നല്ല ടേസ്റ്റാണ് ഈ പുഡിങ്ങിന്. അങ്ങനെ ഇപ്പോൾ ഇതൊന്ന് ട്രേയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതൊന്ന് സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി ഇതുപോലെ ഞാൻ 4 കപ്പ് കേക്കാണ് എടുത്തിട്ടുള്ളത്.
അപ്പോൾ ഈ ഒരു കേക്ക് വേണമെന്ന് നിർബന്ധമില്ല. ടീ കേക്കോ അങ്ങനെ ഏതെങ്കിലും തരം കേക്ക് എടുത്താലും മതി. അപ്പോൾ എൻ്റെ അടുത്ത് ഇപ്പോൾ കപ്പ് കേക്കാണുള്ളത്. അപ്പോൾ ഇത് നന്നായി ഒന്ന് പൊടിച്ചെടുക്കണം. കേക്ക് ഇതുപോലെ ഞാൻ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഈ പുഡിങ്ങിൻ്റെ മുകളിൽ ഇതൊന്ന് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഈ കേക്കും ഇതൊക്കെ ഇട്ട് കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് ഈ ഒരു പുഡിങ്ങിന് കിട്ടുന്നത്. അപ്പോൾ ഇതുപോലെ ചെയ്തെടുക്കാൻ നിർബന്ധമൊന്നുമില്ല, അല്ലാതെ തന്നെ തണുപ്പിച്ച് കഴിക്കാം. അപ്പോൾ ഗസ്റ്റൊക്കെ വരുമ്പോൾ ഒരു വെറൈറ്റിക്ക് വേണ്ടി നമുക്ക് ഇതുപോലെയൊക്കെ ഒന്ന് ചെയ്തെടുക്കാം. ഇനി കേക്ക് മിക്സ് ചെയ്തതിൻ്റെ മുകളിലേക്ക് ഇതുപോലെ ഒന്ന് എല്ലായിടത്തും ആവുന്നത് വരെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് ഇട്ട് കൊടുക്കാം. ഇനി ഞാനിതിനെ സ്പൂൺ വെച്ചൊന്ന് എല്ലായിടത്തും ഇതുപോലെ ഒന്ന് ലെവലാക്കി എടുക്കുന്നുണ്ട്. പതുക്കെ ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് എല്ലായിടത്തും ഒന്ന് സെറ്റാക്കി എടുക്കാം. അപ്പോൾ ഈ പുഡിങ് ഇപ്പോൾ സെറ്റായിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഇത് ക്രീമൊക്കെ മുകളിലോട്ട് വരാത്ത രീതിയിൽ വേണം ഇത് പതുക്കെ ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കാൻ. ഇനി ഇതിനെ ഒന്ന് തണുക്കാൻ വേണ്ടി മാറ്റി വെക്കാം. അങ്ങനെ ഇപ്പോൾ പുഡിങ് നല്ലോണം തണുപ്പിച്ചെടുത്തിട്ടുണ്ട് ഞാൻ. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുള്ളത് വിപ്പിംഗ് ക്രീമും കുറച്ച് കണ്ടൻസ്ഡ് മിൽക്കും കൂടി ബീറ്റ് ചെയ്തെടുത്തതാണ്. അപ്പോൾ ഈ ഒരു ക്രീമി പരുവത്തിലായിരിക്കണം ഇത് ബീറ്റ് ചെയ്തെടുക്കേണ്ടത്, നല്ല സ്റ്റിഫായിട്ടുണ്ടാകാൻ പാടില്ല. ഇനി അത് ഇതുപോലെ ഇതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഈ ഒരു ക്രീമും കേക്കിൻ്റെ ഒരു മിക്സ് എല്ലായിട്ട് ഇത് കഴിക്കാൻ ഈ പുഡിങ് ഒരു നല്ലൊരു ടേസ്റ്റുള്ളൊരു പുഡിങ്ങാണ്. അപ്പോൾ നിങ്ങൾ ഇതുവരെ ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ എന്തായാലും ഒന്ന് ഉണ്ടാക്കി കഴിച്ച് നോക്കണം. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. അത്രയ്ക്കും ടേസ്റ്റുള്ളൊരു പുഡിങ് തന്നെയാണിത്. ഇനി ആ കേക്ക് മിക്സിൻ്റെ മുകളിൽ ഇതുപോലെ ഇങ്ങനെ എല്ലായിടത്തും ഒഴിച്ച് അതും എല്ലായിടത്തും ഒന്ന് സെറ്റാക്കി എടുക്കാം. ഇതുപോലെ എല്ലാം ലെവൽ ചെയ്തെടുക്കണം. ഇപ്പോൾ ഇതുപോലെ ചെയ്തെടുക്കണം എന്നൊരു നിർബന്ധമില്ല. ഇതിപ്പോൾ എൻ്റെ ഒരു ഐഡിയ വെച്ച് ഞാൻ ഇതുപോലെ ഒരു പുഡിങ് തയ്യാറാക്കി എടുക്കുന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെയൊന്നും വേണ്ടാന്നുണ്ടെങ്കിൽ ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ആ ഒരു മിക്സ് മാത്രം തണുപ്പിച്ച് കഴിക്കാവുന്നതാണ്. അങ്ങനെ ഇപ്പം വിപ്പിംഗ് ക്രീമൊക്കെ എല്ലായിടത്തും ഒന്ന് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അല്പം സ്ട്രോബെറി ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഇങ്ങനെ ഇതിൻ്റെ മുകളിലൊന്ന് ഒരു ഭംഗിക്ക് വേണ്ടി വെച്ച് കൊടുക്കുന്നതാണ്. പക്ഷേ കഴിക്കുമ്പോൾ ഈ സ്ട്രോബെറി ഒക്കെ ഇടയിൽ ഇങ്ങനെ കടിച്ചൊക്കെ കഴിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ സ്ട്രോബെറിക്ക് പകരം വേറെ ഏത് ഫ്രൂട്ട് വേണമെങ്കിലും നിങ്ങൾക്ക് ഇതുപോലെ വെച്ച് സെറ്റാക്കി എടുക്കാം. അതല്ലെങ്കിൽ എന്തെങ്കിലും ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ അതും വെച്ച് ഇതുപോലെ ഒന്ന് സെറ്റാക്കി കഴിക്കാം. അങ്ങനെ ഇപ്പോൾ സ്ട്രോബെറിയെല്ലാം വെച്ച് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. അങ്ങനെ ഇപ്പോൾ പുഡിങ്ങൊക്കെ ഏകദേശം റെഡിയായി വന്ന് ഇനി ഇതിനെ നല്ലോണം ഒന്ന് തണുപ്പിച്ച് കഴിക്കാനെടുക്കാം. അപ്പോൾ ഒരു 3-4 മണിക്കൂറെങ്കിലും ഇത് ഫ്രിഡ്ജിൽ വെച്ച് നല്ലോണം ഒന്ന് തണുപ്പിച്ച് കഴിക്കുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ്. ഇനി ഞാൻ അല്പം പിസ്താൻ്റെ ഇതുപോലെ കുറച്ച് പീസസും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊരു വീഡിയോ എടുക്കുമ്പോൾ അതിൽ കുറച്ചൊരു കളർഫുള്ളായി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്തെടുക്കുന്നുള്ളത്. അപ്പോൾ ഇതൊന്നും ഇല്ലെങ്കിൽ തന്നെ ഈ പുഡിങ് കഴിക്കാൻ നല്ലൊരു ടേസ്റ്റുള്ളൊരു പുഡിങ്ങാണ്. അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ തന്നെ എന്തെങ്കിലും ഒരു ഫംഗ്ഷനോ കാര്യങ്ങളോ അങ്ങനെയൊക്കെ വരുമ്പോൾ ഗസ്റ്റൊക്കെ വരുമ്പോൾ നമുക്കിതുപോലൊരു വെറൈറ്റി പുഡിങ് തയ്യാറാക്കിയെടുക്കാം. ഇനി തയ്യാറാക്കിയെടുക്കുന്നുള്ളത് ചോക്ലേറ്റ് പുഡിങ്ങാണ്. ഇത് വളരെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയൊരു പുഡിങ്ങാണ്. അപ്പോൾ മിക്സിയുടെ ജാറിലോട്ട് ഞാനൊരു 4 മുട്ടയാണ് പൊട്ടിച്ച് ഇതുപോലെ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇനി മധുരത്തിന് ആവശ്യമായ പഞ്ചസാര കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ചോക്ലേറ്റ് പുഡിങ് ആയതുകൊണ്ട് തന്നെ ഇതിലേക്ക് ഇനി കൊക്കോ പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നുള്ളത്. 2 ടേബിൾ സ്പൂൺ ഇതുപോലെ കൊക്കോ പൗഡറും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി അല്പം കണ്ടൻസ്ഡ് മിൽക്കാണ് ചേർത്ത് കൊടുക്കുന്നുള്ളത്. അപ്പോൾ കണ്ടൻസ്ഡ് മിൽക്ക് ഇഷ്ടമില്ലാത്തവർക്ക് അല്പം പഞ്ചസാര അധികം ചേർത്ത് കൊടുത്താലും മതി.
ഇനി 1 ടേബിൾ സ്പൂൺ ഫുള്ളായിട്ട് കോൺഫ്ലോർ ആണ് ഇട്ട് കൊടുക്കുന്നുള്ളത്. ഇത്രയും പാലും കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇതിപ്പോൾ 1 ഗ്ലാസ് ഫുള്ളായിട്ടില്ല, ഒരു 1/4 കപ്പ് വരെയാണ് പാലുള്ളത്. അത്രയും പാലും കൂടി ഒഴിച്ച് കൊടുത്ത് ഇത് നല്ലോണം ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. അങ്ങനെ ഇപ്പോൾ ഇത് നല്ലോണം ഒന്ന് മിക്സായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിനെ ഒന്ന് സ്റ്റീം ചെയ്തെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഞാൻ ഇതുപോലെ ഒരു മോൾഡിലാണ് സ്റ്റീം ചെയ്തെടുക്കുന്നുള്ളത്. അപ്പോൾ ഇത് വേണമെന്ന് നിർബന്ധമൊന്നുമില്ല, സാധാ പ്ലേറ്റിലോ അങ്ങനെ എന്തെങ്കിലും വെച്ചൊന്ന് സ്റ്റീം ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഈ ഒരു ഷേപ്പിലായി കിട്ടാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ ഇതുപോലെ ഒരു മോൾഡർ എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിലേക്ക് അല്പം ബട്ടർ ഇതുപോലെ തേച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇതുപോലെ ഒരു പാത്രത്തിലാണ് ഞാൻ സ്റ്റീം ചെയ്തെടുക്കുന്നുള്ളത്. ഇതിലേക്ക് ഈ ഒരു പാത്രം ഇതുപോലെ ഒന്ന് വെച്ചൊന്ന് സെറ്റാക്കി എടുക്കാം. ഇനി ആ ചോക്ലേറ്റ് ബാറ്റർ ഇതിലേക്ക് ഇങ്ങനെ ഒഴിച്ചു കൊടുത്ത് അടച്ച് വെച്ചൊന്ന് സ്റ്റീം ചെയ്തെടുക്കാം. ഒരു 15 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഇതൊന്ന് സ്റ്റീം ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോഴേക്ക് ഇതൊന്ന് റെഡിയായി കിട്ടും. അപ്പോൾ ഇത് കുട്ടികൾക്കൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു ചോക്ലേറ്റ് പുഡിംഗ് റെസിപ്പിയാണ്. അപ്പോൾ ഇത് കുട്ടികൾക്ക് വേണ്ടി തന്നെയാണ് ഇപ്പോൾ ഞാൻ ചെയ്തെടുക്കുന്നുള്ളതും. അപ്പോൾ കുട്ടികളിലൊക്കെ ഉള്ള വീടാണെങ്കിൽ ഇതുപോലെ ഒന്ന് കുട്ടികൾക്ക് തയ്യാറാക്കി കൊടുക്കാം. അങ്ങനെ ഇപ്പം പുഡിങ്ങൊക്കെ സെറ്റായി വന്നിട്ടുണ്ട്. ഇപ്പം ഞാൻ ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്ത് തണുത്തതിന് ശേഷമാണ് ഇത് പുറത്തെടുത്തിട്ടുള്ളത്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് ഒരു സിറപ്പ് തയ്യാറാക്കി ഒഴിക്കാം. അതിനായി ഇതുപോലെ ഒരു 2 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ ഒരു പാനിലിട്ട് ഇതിലേക്ക് അല്പം പാലും ഒഴിച്ചു കൊടുക്കാം. പാലൊഴിച്ച് ഇത് നല്ലോണം ഒന്ന് മിക്സാക്കി എടുക്കണം. ഒരു 1/2 കപ്പ് പാലൊക്കെ ഒഴിച്ചു കൊടുത്താൽ മതി. ഇനി ഇതിനെ നല്ലോണം ഒന്ന് മിക്സാക്കി എടുത്തതിന് ശേഷം സ്റ്റൗവിലേക്ക് മാറ്റാം. അല്പം പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ ചോക്ലേറ്റ് സിറപ്പിന് ഒരു ചെറിയ മധുരത്തിന് വേണ്ടി അല്പം പഞ്ചസാരയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് ചെറുതായി ഒന്നൊരു ക്രീമായി വരുന്നത് വരെ ഇതുപോലെ ഒന്ന് ഇളക്കിക്കൊണ്ടേയിരിക്കണം. ഇതിപ്പോൾ ഒന്ന് ചെറുതായി കുറുകി വരുന്നുണ്ട്. അപ്പോൾ ഈ സമയത്ത് ഇതിലേക്കൊരു അല്പം ബട്ടറും കൂടി ചേർത്ത് കൊടുക്കാം. ഒരു ചെറിയ പീസ് മതി. ഇത്രയും ബട്ടറാണ് ഇപ്പോൾ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഏകദേശം ഈ ചോക്ലേറ്റ് സിറപ്പ് റെഡിയായി വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇത് തിളച്ചുകൊണ്ട് ഇങ്ങനെ വരുന്നുണ്ട്. ഈ സമയത്ത് ഒന്ന് ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കാം. എന്നിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കാം. അങ്ങനെ ഇപ്പോൾ സിറപ്പൊക്കെ റെഡിയായി. ഇനി ഇതിൻ്റെ മുകളിലേക്ക് ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ആ ചൂടോടി കൂടി തന്നെ ഇതെങ്ങനെ ഒഴിച്ചു കൊടുക്കാം. ഇതിൻ്റെ ചൂടൊക്കെ ആറി നല്ലോണം തണുത്തതിന് ശേഷം ഇത് ഫ്രിഡ്ജിൽ വെച്ച് നല്ലോണം ഒന്ന് തണുപ്പിച്ചെടുക്കാം. അതിന് ശേഷമാണ് ഇത് കഴിക്കേണ്ടത്. വളരെ സിമ്പിളായിട്ടുള്ള ഒരു പുഡിംഗ് റെസിപ്പിയാണിത്. കളർ ചോക്ലേറ്റ് പീസൊക്കെ ഇട്ട് ഇതുപോലെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ കാണുമ്പോൾ കുട്ടികൾക്ക് കഴിക്കാനൊക്കെ നല്ലൊരു ഇൻട്രസ്റ്റ് ഉണ്ടാകും. അപ്പോൾ ഇന്നത്തെ റെസിപ്പി ഇത്രയേ ഉള്ളൂ. അപ്പോൾ പുഡിംഗ് റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് തന്നൊന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. വീണ്ടും നല്ലൊരു റെസിപ്പിയുമായി കാണുന്നത് വരെ താങ്ക് യു ഫോർ വാച്ചിങ്.